യൂറോപ്പിക്കോ അല്ലെങ്കിൽ ഒരു ഗൾഫ് കൺട്രീസിക്കോ ഒരു ജോബിനായിട്ട് പോകണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് വേറൊരു ഏജൻസീൻ്റെ സഹായം ഇല്ലാണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. നമ്മളെ കേരള ഗവൺമെൻറ് പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു വെബ്സൈറ്റ് വഴി നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ജോബുകളും അതുപോലെ തന്നെ സ്റ്റഡീസിൻ്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാനും പറ്റും, അപ്ലൈ ചെയ്യാനും പറ്റും. ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്നത് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ആണ്, നല്ലൊരു അവസരമാണ്. അതായത് ഇപ്പോൾ ധാരാളം അവസരങ്ങൾ സ്ലോവാക്കിക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഞാൻ പറയുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്യുക. ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അറിയുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, സോ ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര് ODPC എന്നാണ്. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ഈ ഒരു ജോബ് വഴി നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ജോബുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമുക്ക് ധാരാളം ലോ സ്കിൽഡ്, അതായത് അൺസ്കിൽഡ് ജോബുകളുടെ വന്നിട്ടുണ്ട്. കിച്ചൺ ഹെൽപ്പർ അങ്ങനെയുള്ള ജോബുകളൊക്കെ വന്നിട്ടുണ്ട്. സോ ഒരുപാട് ലാഗ് അടിപ്പിക്കുന്നില്ല. എങ്ങനെയാണ് അപ്ലൈ ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ അപ്ലൈ ചെയ്യുന്ന സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കുക. നിങ്ങൾ ഗൂഗിളിൽ കയറുക. ഗൂഗിളിൽ കയറിയിട്ട് ODEPC എന്ന് അടിക്കുക. ഓക്കെ, സോ ഏറ്റവും ഫസ്റ്റത്തെ വെബ്സൈറ്റ് തന്നെ വരുന്നുണ്ടാവും. അതിൽ കയറുക, ODPC ഗവൺമെൻറ് ഓഫ് കേരള. അതിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തുന്നുണ്ടാവുക. ഓക്കെ, ഈ ഒരു ODPC എന്താണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൺസൾട്ടൻറ്റ്. ഓക്കെ, സോ എ ഗവൺമെൻറ് ഓഫ് കേരള അണ്ടർടേക്കിംഗ്. സോ ഇതൊന്നും കൂടിയും ഇത് അപ്ഗ്രേഡ് ആയിട്ട് വരുന്നുള്ളൂ കേട്ടോ. ഇതൊന്നും കൂടിയും ഇതാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ നാട്ടിലുള്ള സാധാ ഈ ഒരു ജോബിൻ്റെ ഏജൻസികളാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ സ്റ്റഡി അബ്രോഡിൻ്റെ ഏജൻസികളൊക്കെ ഒരുപാട് നിൽക്കും. ഇതിൽ ഒരുപാട് ജോബുകൾ റിക്രൂട്ട്മെൻറ്റ് നടക്കാറുണ്ട്. കണ്ടോ, ഫ്രീ റിക്രൂട്ട്മെൻറ്റ് നടക്കാറുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ഓഫ് അസിസ്റ്റൻറ്റ് നേഴ്സ് ടു UAE ഒരു ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ് നേഴ്സസിന്. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റും അർജൻറ്റ് റിക്രൂട്ട്മെൻറ്റ് ഓഫ് ഹൗസ് കീപ്പർ ടു സ്ലോവാക്കിയയ്ക്ക്. അതുപോലെ തന്നെ പിന്നെ കിച്ചൺ അസിസ്റ്റൻറ്റ്. രണ്ടിൻ്റെയും ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 7-ാം തീയതിയാണ്, ഫെബ്രുവരി 7-ാം തീയതി. ഓക്കെ, സോ ഈ ഒരു ഹൗസ് കീപ്പറിന് 920 യൂറോ, അതുപോലെ തന്നെ ഈ ഒരു കിച്ചൺ അസിസ്റ്റൻറ്റിന് 1000 യൂറോ. ഈ ഒരു 920 യൂറോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു 97,882 രൂപ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇനി 1000 യൂറോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും നമുക്ക് 1,00,000 സംതിങ് രൂപയാണ് വരുന്നത്. ഓക്കെ, സോ അത്രയും വരുന്നുണ്ട്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജോബിൻ്റെ മാത്രമല്ല കേട്ടോ, സ്റ്റഡി അബ്രോഡിനും ഏറ്റവും നല്ല ആപ്റ്റ് ആവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാനും ഈ ഒരു ട്രാവൽ വിസകളുടെ കാര്യങ്ങളും അങ്ങനെ ട്രാവൽ പാക്കേജുകൾ എടുക്കാനും എല്ലാത്തിനും നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ഇനി യൂസ്ഫുൾ ആവും. സോ ഇനി ഞാനിതിന് ഇതുവഴി എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ നമുക്ക് തൽക്കാലം ഈ ഒരു ഹൗസ് കീപ്പറിൻ്റെ ജോലി നോക്കാം. നമുക്ക് ഓപ്പൺ ചെയ്യുക, അപ്ലൈ നൗ എന്നുള്ളതിൽ കൊടുക്കുക. സോ നമുക്കിവിടെ കാണാൻ പറ്റും ഫുൾ ടൈം ജോബാണ്. 7 ദിവസമായി ഇത് പബ്ലിഷ് ചെയ്തിട്ട്. സ്ലോവാക്കിയൊക്കെയാണ് പോസ്റ്റ് ചെയ്തതെന്ന് കാണാൻ പറ്റും, എന്നാ ക്ലോസ് ചെയ്യാമെന്ന് കാണാൻ പറ്റും. സാലറി 920 യൂറോ ആണ്. 70 വേക്കൻസികളാണ് പറയുന്നത്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും പറ്റും. ഓക്കെ, പിന്നെ ക്വാളിഫിക്കേഷൻ HSC അതായത് +2 ആൻഡ് അബോവ് എന്ന് പറയുന്നുണ്ട്. സോ മെയിൽസിനും ഫീമെയിൽസിനും പറ്റുമെന്ന് പറയുന്നുണ്ട്. ജോബ് ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്, കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. അതായത് എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് 2 years ആണ് പറയുന്നത്. ഫുൾ ടൈം ജോബായിരിക്കും. പിന്നെ സാലറി എത്രയെന്ന് കൊടുക്കുന്നുണ്ട്. എല്ലാം നിങ്ങൾ വായിച്ച് നോക്കുക കേട്ടോ. ജോബ് ഡിസ്ക്രിപ്ഷൻ, റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ് അതൊക്കെ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ഏജ് ലിമിറ്റ് 35 വയസ്സിന് താഴെയുള്ള ആളുകൾക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രൊഫഷൻ ആൻഡ് റെസ്പോൺസിബിൾ അപ്രോച്ച് ടു വർക്ക്. ഇത് നമ്മളുടെ ക്വാളിറ്റീസ്, ആ ഒരു ജോബിന് പോണ പേഴ്സൺ ഉണ്ടാവേണ്ട ക്വാളിറ്റീസും സ്കിൽസും എന്തൊക്കെയാണ്. നിങ്ങൾ ഇതൊക്കെ വായിച്ച് നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക കേട്ടോ, വെറുതെ അപ്ലൈ ചെയ്തിട്ട് വിടരുത്. സോ എല്ലാം വായിച്ച ശേഷം ഇവിടെ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങളുടെ മെയിൽ നിങ്ങൾ ആഡ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ പേര്, ഓക്കെ, നിങ്ങളുടെ പേര് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ കൊടുക്കുക. ദെൻ അതിനുശേഷം ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എന്താണോ അത് നിങ്ങൾ കൊടുക്കുക. സോ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ഓക്കെ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. പിന്നെ പാസ്പോർട്ട് നമ്പർ, നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം കേട്ടോ. പാസ്പോർട്ട് നമ്പർ നിങ്ങൾ കൊടുക്കുക, അത് നിങ്ങളിവിടെ കൊടുക്കണം. ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ HSC പറഞ്ഞാൽ +2 ഡിപ്ലോമ ഉണ്ടോ, അത് പിന്നെ ഗ്രാജുവേറ്റ് ഡിഗ്രി ആണോ, സോ അതർ ഡിഗ്രീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. സോ നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താണെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, സോ ഡു യു ഹാവ് ഹൗസ് കീപ്പിംഗ് എക്സ്പീരിയൻസ് ഇൻ ഹോട്ടൽ ഹൗസ് കീപ്പിംഗ് എക്സ്പീരിയൻസ് ഉണ്ടോ ചോദിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ലയെന്ന് കൊടുക്കുക. ഉണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്, അത് എത്രയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ച് കൊടുക്കുക. അബ്രോഡ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, പിന്നെ അപ്ഡേറ്റഡ് CV. സോ നമുക്ക് ഇതിൽ ജോബ് വരുന്നത് യൂറോപ്യൻ കൺട്രീസിലേക്ക് വരുന്നുണ്ട്, ഗൾഫ് കൺട്രീസിലേക്കും ഒക്കെ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് സാധാ CV ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ബട്ട് എന്നാലും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കയ്യിൽ യൂറോപാസിൻ്റെ CV ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക.
സോ എന്നാലും നമുക്ക് ആ ജോബ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, യൂറോപ്പിക്കാണ് നോക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു യൂറോപ്പാസിൻ്റെ CV ചെയ്യുക. എങ്ങനെയാണ് ഈ ഒരു യൂറോപ്പാസിൻ്റെ CV ഉണ്ടാക്കേണ്ടത് എന്നുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി കാണാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ലിങ്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ഉണ്ടാവും. ഓക്കെ, ദെൻ എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ഫോം അപ്പോൾ ഫില്ലപ്പ് ചെയ്തു, ഈ ഒരു ഗൂഗിൾ ഫോം നമ്മൾ ഫില്ലപ്പ് ചെയ്ത് കഴിയും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇതുപോലെ തന്നെയാണ് കേട്ടോ, എല്ലാം ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു കിച്ചൺ അസിസ്റ്റൻറ്റ് ജോബാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, നമുക്കിവിടെ സബ്സ്ക്രൈബ് ടു ന്യൂസ് ലെറ്റർ എന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ പേര് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ തന്നെ ക്യാപ്ച ഫുൾ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെൻഡ് ചെയ്യുക കേട്ടോ. ദെൻ നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേഗം അറിയും കേട്ടോ. സോ നിങ്ങളുടെ മെയിലിലേക്ക് നിങ്ങൾക്ക് പുതിയ ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക അത് നിങ്ങൾ ചെയ്ത് വെക്കുക കേട്ടോ, നല്ലൊരു കാര്യമാണ്. സോ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ അപ്ഡേറ്റ് ആയി വരുന്നുള്ളൂ ഈ ഒരു വെബ്സൈറ്റ്. ഇനി ധാരാളം അവസരങ്ങൾ ഇനി ഈ ഒരു വെബ്സൈറ്റ് വഴി കിട്ടും. ഓക്കെ, കേരള ഗവൺമെൻറ്റിൻ്റെയാണ്, നമുക്ക് വിശ്വസിച്ച് ചെയ്യാം, നമുക്ക് യാതൊരു ക്യാഷും മുടക്കാതെ ചെയ്യാം. നല്ലൊരു അവസരം തന്നെയാണ്. നമുക്ക് വ്യൂ ആൾ ജോബ്, ഫീച്ചേർഡ് ജോബ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ചായിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു 2025 ലാസ്റ്റ് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴാണ് കേട്ടോ ഇതൊന്നും കൂടി നല്ല പോപ്പുലറായിട്ട് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ സ്റ്റഡി അബ്രോഡ്, ഇനി നിങ്ങൾ ജോബല്ല അവിടെ സ്റ്റഡിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പോ നടക്കുന്നുണ്ട്. ആ ഒരു എക്സ്പോൻ്റെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു കാര്യം തന്നെയാണ്. സോ നിങ്ങൾ ഇന്നാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിന് അപ്ലൈ ചെയ്യുക. ഹൗസ് കീപ്പർ ആൻഡ് സ്ലോവാക്കിയ കിച്ചൺ അസിസ്റ്റൻറ്റ്. ഓക്കെ, സോ അത് ഡെഡ് ലൈന് 7-ാം തീയതിയാണ് പറയുന്നത്, ഫെബ്രുവരി 7-ാം തീയതി. ഇനി നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, കാരണം വേറെയും ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ ഒരുപാട് അവസരങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ അപ്ഗ്രേഡ് ആവുന്നതായിരിക്കും. സോ ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളായിരിക്കും വരുന്നുണ്ടാവുക. കേരളത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. ഓക്കെ, സോ നിങ്ങൾ എന്തായാലും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുണ്ട്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ നല്ലൊരു അവസരമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. And finally, it's me Shyam and this is Wayfarer Insights, and this channel won't disappoint you, and thanks for watching.